പീച്ചി പള്ളിക്കുന്നിൽ കാട്ടാനയുടെ വിളയാട്ടം കൃഷി നശിപ്പിച്ചു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പീച്ചി പള്ളിക്കുന്ന് പ്രദേശത്ത് കാട്ടാനയുടെ വിളയാട്ടം. കഴിഞ്ഞ ദിവസം രാത്രിയിലെത്തിയ കാട്ടാന പ്രദേശത്തെ സുഭാഷ് മേക്കര, ബൈജു കടുക്കാച്ചിറ എന്നിവരുടെ പറമ്പിലെത്തി കൃഷി നശിപ്പിച്ചു. തെങ്ങ്, വാഴ, ചക്ക എന്നിവയാണ് നശിപ്പിച്ചത്. ഒരു പ്ലാവിലെ നിരവധി ചക്ക ആന ഭക്ഷിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. പഞ്ചായത്ത് അംഗം സന്ധ്യ ഷാജി, മുൻ പഞ്ചായത്ത് അംഗം ബാബു തോമസ്, പരിസരവാസികളായ ആന്റണി ചിറ്റിലപ്പള്ളി, സുഭാഷ്, കുര്യൻ തെക്കേക്കര, വിബീഷ് എന്നിവർ സ്ഥലത്തെത്തി. കാട്ടാനയുടെ ആക്രമണം തുടർന്നാൽ നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഫോറസ്റ്റ് ഓഫീസിലെത്തി അന്തിയുറങ്ങാനാണ് തീരുമാനമെന്ന് ഇവർ പറഞ്ഞു. ഇന്നലെ രാത്രി ഒരൊറ്റക്കൊമ്പൻ വന്നിട്ട് ചെയ്തേണ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഈ പരിസരത്ത് മാത്രമല്ല, അപ്പുറത്തെ ഭാഗത്തും ഉണ്ട്. തെങ്ങ്, വാഴ, പ്ലാവുമലത്തെ ചക്ക, ഇത് പകുതിയിലധികം മൂത്തതൊക്കെ തിന്നുപോയി, മൂക്കാത്തത് ഇവിടെ കിടക്കണ്. ഇത്രയധികം നാശനഷ്ടമാണ് ഒരു ദിവസം വന്നിട്ട്. ഇതിപ്പോ ഇന്നലത്തെ മാത്രം കാര്യമാണ്, എല്ലാ ദിവസവും വന്നിട്ട് ഇതുപോലെ തന്നെയാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് രാത്രിയില് കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. രാവിലെ വൈകുന്നേരം വരെ പണിക്ക് പോയി കഴിഞ്ഞിട്ട് രാത്രിയിലെത്തിയിട്ട് ആനനെ ഓടിക്കലാണ് ഇവിടുത്തെ ജനങ്ങളുടെ തൊഴില്. ആർക്കും ഉറങ്ങാൻ പറ്റാണ്ട് ഈ ഭാഗത്തുനിന്ന് അത് ഓടിച്ചു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിസരത്ത് നിന്ന് അപ്പുറത്തെ പരിസരത്തേക്ക് പോകാനല്ലാണ്ട് പുഴയിലേക്ക് പോകാനും ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഫെൻസിങ് പാസ്സായി കിടക്കണമെന്ന് പറഞ്ഞിട്ട് നാളുകൾ ഏറെയായി. അതൊന്ന് എത്രയും പെട്ടെന്ന് ചെയ്ത് കുറച്ചെങ്കിലും ആനയുടെ ശല്യം ഒന്ന് ഒതുക്കി തീർക്കാനുള്ള മാർഗം എന്തെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവരെ ചെയ്തു തരണമെന്ന് മാത്രം അറിയിക്കുന്നു. പീച്ചി പള്ളിക്കുന്ന്, ജണ്ടമുക്ക്, തെക്കേക്കുളം, താമരവള്ളച്ചാല്, മയിലാട്ടുംപാറ എന്നീ പ്രദേശങ്ങളിൽ കാലങ്ങളായിട്ട് ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് കിടന്നുറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. നമുക്കറിയാം, പകൽ സമയങ്ങളിൽ ഈ വീട്ടിലെ ആളുകൾ മുഴുവൻ ഓരോ കൂലിവേലയ്ക്കും മറ്റുള്ള പണികൾക്കും പോകുന്ന സാഹചര്യങ്ങൾ, കൂലിപ്പണി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ആ വഴിയിലെല്ലാം ആനയുടെ ശല്യം കൊണ്ട് അവർക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത സാഹചര്യം, കുഞ്ഞുമക്കൾക്ക് ധൈര്യമായിട്ട് സ്കൂളിലേക്ക് കുഞ്ഞുമക്കളെ പറഞ്ഞുവിടാൻ പറ്റാത്തൊരു സാഹചര്യം, ഇവിടെ അന്നാന്ന് കിടന്ന് ഉറങ്ങുവാൻ പറ്റാത്തൊരു സാഹചര്യം. അങ്ങനെ ഈ പ്രദേശത്തുള്ള ആളുകൾ വളരെ ദുരിതത്തിലാണ്. ഇന്ന് പള്ളിക്കുന്ന് പ്രദേശത്താണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഈ പള്ളിക്കുന്ന് പ്രദേശത്തുള്ളവർ ഉറങ്ങിയിട്ട് ഇപ്പോൾ മാസങ്ങളായിട്ടുണ്ടാവും, സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങിയിട്ട്. ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ആന വീട്ടിൽ വന്ന് വീടിന്റെ പുറകുവശത്ത് വന്നിട്ട് പ്ലാവിൽ നിന്ന് ചക്കയിടുകയും അതുപോലെ ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളാണ്. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വാച്ചർമാരെ നിയമിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ആ ഒരു വാച്ചർമാർ, ആകെ 2 വാച്ചർമാരെ വെച്ചിട്ട് ഈ പ്രദേശം മുഴുവൻ എങ്ങനെ അവരുടെ പ്രവർത്തനം ചെയ്യാനായിട്ട് സാധിക്കും? ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് യാതൊരു ശല്യം ഇതുവരെ വന്നിട്ടില്ല. കാരണം അവര് ഫോറസ്റ്റ് ഓഫീസുകളിൽ അവർ വിശ്രമിക്കുക. അത് ഇപ്പോ ആന 2-3 പേരെ ഇപ്പോ ചവിട്ടി കൊന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം വാച്ചർമാരെയാണ് ചവിട്ടി കൊന്നേക്കണേ. ഈ പ്രദേശവാസികളായ ആളുകൾ ദുരിതത്തിലായിട്ട് ഇത്രയും കാലമായിട്ട് ഈ പ്രദേശത്ത് ഒന്ന് തിരിഞ്ഞു നോക്കുവാനോ ഈ പ്രദേശത്ത് ഒരു സ്വൈര്യമായി കിടന്നുറങ്ങുവാനോ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ഇവിടുത്തെ ഭരണകർത്താക്കൾ അത് ചെയ്യുന്നില്ലെങ്കിൽ, ഇവിടുത്തെ മന്ത്രി, നമുക്കറിയാം മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെ ഫണ്ടുകൾ ആവശ്യമില്ലാത്ത എല്ലാ മേഖലകളിലും ചെലവഴിക്കുന്നുണ്ടെന്ന് പറയുന്നു. എന്നാൽ ഈ പ്രദേശത്ത് ഒരു ആന കടന്നു വരാതിരിക്കാൻ വേണ്ടി വേണ്ടുന്ന സാഹചര്യങ്ങൾ, അതിന് ഒട്ടനവധി സാഹചര്യങ്ങൾ തന്നെ ജനങ്ങളെന്നുള്ള നിലയിൽ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നിനും ഫണ്ട് വയ്ക്കുവാനോ ഫണ്ട് ഉപയോഗിക്കാനോ സാധിക്കുന്നില്ല. ഈ പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ പട്ടയമില്ല. ഇപ്പോൾ പട്ടയമില്ലാത്ത ഒരു പ്രദേശമാണ് ഈ പ്രദേശം മൊത്തം. ഇവിടെ ഇന്ന് പട്ടയം കൊടുക്കാം, നാളെ പട്ടയം കൊടുക്കാം. ഇപ്പൊ ഇലക്ഷൻ പ്രഖ്യാപിക്കണതിന്റെ തലേദിവസം പറഞ്ഞ് പട്ടയം കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എവിടെ പട്ടയം കൊടുക്കുന്നു? ഇവിടെ പട്ടയം കൊടുത്തു എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ആർക്കും ഇവിടെ ഈ വനപ്രദേശത്തിന്റെ സൈഡുകളിൽ താമസിക്കുന്ന ആർക്കും പട്ടയമില്ല. ഇവിടെ വന്ന ആന എന്തൊക്കെ കൃഷി നശിപ്പിച്ചാലും മനുഷ്യനെ കൊന്നാലും ഇവിടെ ആർക്കും ഒരു ആനുകൂല്യം കിട്ടാത്തൊരു സാഹചര്യത്തിലേക്കാണ് നീങ്ങിപ്പോകുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനം അവസാനിപ്പിച്ച് ജനങ്ങൾക്ക് സ്വൈര്യമായി കിടന്നുറങ്ങുവാൻ, അവർക്ക് സ്വൈര്യമായി പ്രദേശത്ത് കൃഷി ചെയ്യുവാൻ അവർക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കണം. ഒരുക്കി കൊടുക്കാത്ത പക്ഷം ഞങ്ങൾ ഇപ്പൊ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയും ഞങ്ങൾ ഇവിടെ ഈ പള്ളിക്കുന്ന് പ്രദേശത്തും ജണ്ടമുക്കുള്ള പ്രദേശത്തും ആന ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും വിലങ്ങന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങളവിടെ ഓരോ മുറികളും ഞങ്ങൾ കൈവശപ്പെടുത്തി ഞങ്ങൾ അവിടെ താമസിക്കും. അന്നേരം ഞങ്ങളെ തടുക്കാൻ വരുമ്പോൾ ഈ നാട്ടിലത്തെ ജനങ്ങളുടെ രോക്ഷം മനസ്സിലാക്കാൻ സാധിക്കും. അതിനുള്ള പരിഹാരം കണ്ടില്ലെങ്കിൽ അതിനുള്ള നടപടി ഞങ്ങൾ എടുക്കുമെന്ന് മാത്രം ഉറപ്പിച്ചുകൊണ്ടാണ് ഞാൻ. നമ്മുടെ ആനശല്യം കാരണം കിടന്ന് ഉറങ്ങാൻ പറ്റാണ്ടായി. പണിക്ക് പോയിട്ട് രാത്രി വരുമ്പോ ചിലപ്പോ റോട്ടിൽ ആനയുണ്ടാവും. എത്ര നാള് കാട്ടിലെ ആനനെ കണ്ടിട്ടുള്ളൂ, ഇപ്പൊ നാട്ടിലാണ് ആന. ആനയും പന്നിയൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ലാണ്ട് നിൽക്കണു. രാത്രി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, ഉള്ള ചക്കയൊക്കെ ഇട്ട് തിന്നും. ഇന്നലെ ആന വന്ന് കുറെ വാഴ തിന്നു, പിന്നെ തെങ്ങ് മറിച്ചിട്ടു. ചക്ക കുറെ താഴ്ത്ത് കിടക്കുക, കുറച്ചേ തിന്നിട്ടുള്ളൂ.
ഇന്നലെ ഒരു മണിക്ക് ഇപ്പൊ വന്നിട്ട് പോയത് 4:30. അത്ര നേരം അതിന്റെ പിന്നാലെ കിടന്ന് നടക്കായിരുന്നു ഓടിക്കാനായിട്ട്. എവിടെ പോണു? ഇത്ര ഈ 2-3 മണിക്കൂർ എടുത്തിട്ടാണ് അക്കരയ്ക്കൊന്ന് നീന്തിക്കാൻ പറ്റിയത്. മൊത്തം വെട്ടി കൂട്ടാൻ പറയും.